ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടൊരു കപ്പ ബിരിയാണി ചെയ്തെടുക്കാം കേട്ടോ. അതിനാവശ്യമായിട്ട് നമുക്ക് സവാള, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചപ്പ്, ഒരു ടൊമാറ്റോ ജ്യൂസാക്കി എടുക്കാം. ഫസ്റ്റ് നമ്മൾ കുക്കറിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം കറിവേപ്പില, ചെറിയുള്ളി, സവാള, ചപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ ടൊമാറ്റോ ജ്യൂസും കൂടെ ഒഴിച്ചെടുക്കാം. എന്നിട്ട് അതിലെ വെള്ളമെല്ലാം വറ്റി വരുമ്പോഴാണ് നമ്മൾ പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിത് ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചിക്കൻ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പൗഡേഴ്സ് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ പൗഡേഴ്സ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബീഫ് അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 8 വിസിലൊക്കെ അടിച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനാവശ്യമായിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിട്ട് പൊട്ടിക്കുക, പിന്നെ കറിവേപ്പില ഇടുക, തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കപ്പ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിനാവശ്യമായിട്ട് ഒരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിക്കുക, ഉപ്പിട്ടിട്ട് കപ്പ അതിലോട്ട് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ബീഫ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കപ്പ ചേർത്ത് കൊടുക്കുക. പിന്നെ വറുത്ത് വെച്ച തേങ്ങയും കൂടെ ചേർക്കാം. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ദം ചെയ്യുന്ന പോലെ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ അമ്മയും വല്യമ്മയൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. ഒരുപാട് കഴിച്ചിട്ടുണ്ട്. മക്കൾക്ക് ഫസ്റ്റായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഒന്ന് ദം ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് എടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നത്. അപ്പോൾ അതാ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് പറയാം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.